മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിക്കുന്ന നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന വികസന രേഖയിലൂന്നിയുള്ള ചർച്ചയായിരിക്കും സിപിഎം സംസ്ഥാന സമ്മേളനത്തിൽ പ്രധാനമായും നടക്കുക. രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടിനപ്പുറം പ്രാധാന്യം മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന രേഖയ്ക്കാണ് നേതാക്കൾ നൽകുന്നത്. ടി.പി. രാമകൃഷ്ണനും ഇ.പി. ജയരാജനും സംസ്ഥാന കമ്മിറ്റിയിൽ തുടരുമെന്ന സൂചന സിപിഎം സംസ്ഥാന സെക്രട്ടറി നൽകി. എറണാകുളം സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച നവകേരളത്തിന്റെ പാർട്ടി കാഴ്ചപ്പാടെന്ന രേഖയുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ സ്വകാര്യ സർവകലാശാലകൾ കൊണ്ടുവരാൻ ഇടതുമുന്നണി തീരുമാനിച്ചത്. അതിന്റെ തുടർച്ചയായിട്ടാണ് കൊല്ലം സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പുതിയ രേഖ അവതരിപ്പിക്കുന്നത്. നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന രേഖയുടെ അടിസ്ഥാനത്തിലുള്ള വിശദമായ ചർച്ചയായിരിക്കും സമ്മേളനത്തിന്റെ പ്രധാന അജണ്ട. രാഷ്ട്രീയ സംഘടനാ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന രേഖയ്ക്കാണ് കൂടുതൽ പ്രാധാന്യവും ഉണ്ടാവുക. പാർട്ടി പ്രത്യയശാസ്ത്ര കാഴ്ചപ്പാടുകളിൽ മാറ്റം വരുന്നതായിരിക്കും രേഖ. പുതിയ സാഹചര്യത്തിൽ കാലത്തിനൊത്ത മാറ്റം വേണമെന്നാണ് പാർട്ടി നേതാക്കൾ ഇതിനെ ന്യായീകരിക്കാൻ വിശദീകരിക്കുന്നത്. പശ്ചാത്തല വികസനം വേണം, പുതിയ പുതിയ സംരംഭങ്ങൾ വേണം, പുതിയ പുതിയ വ്യവസായങ്ങൾ വേണം. അങ്ങനെ വിവിധ തലങ്ങളിലുള്ള ഉന്നതമായ ഒരു കേരളീയ സംസ്കൃതിയെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് അതുകൂടി സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അതേസമയം 75 വയസ്സെന്ന പ്രായപരിധി കർശനമായി നടപ്പാക്കാൻ നേതൃത്വം തീരുമാനിച്ചു. 75 വയസ്സ് ജൂണിലും ഓഗസ്റ്റിലും തികയുന്ന ഇ.പി. ജയരാജനും ടി.പി. രാമകൃഷ്ണനും സംസ്ഥാന കമ്മിറ്റിയിൽ തുടരും. ഞങ്ങളിപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചിട്ടുള്ളത് 75 വയസ്സ് കഴിഞ്ഞവരെയാണ് ഞങ്ങൾ ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനിടയിൽപ്പെട്ടവരെ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇവിടെ തീരുമാനിക്കേണ്ട കാര്യമില്ല. അതാത് സംസ്ഥാന ഘടകമാണ് പ്രായപരിധിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതെന്ന് സിപിഎം കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് പറഞ്ഞു. Kerala, each state has their own limit decided. പി.കെ. ശ്രീമതി ആനാവൂർ നാഗപ്പൻ, എ.കെ. ബാലൻ എന്നിവർ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് ഈ സമ്മേളനത്തോടെ ഒഴിയും. നാളെ ആരംഭിക്കുന്ന കൊല്ലം സമ്മേളനത്തിൽ കൂടുതൽ പ്രാധാന്യം ബ്രാഞ്ച് മുതൽ ജില്ലാ സമ്മേളനം വരെ ചർച്ച ചെയ്ത പാർട്ടി രേഖയ്ക്കാണോ മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന രേഖയ്ക്കാണോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന രേഖയ്ക്ക് തന്നെയാണ് എന്നുള്ളതാണ് ഉത്തരം. പ്രത്യയശാസ്ത്ര കടുംപിടുത്തങ്ങളിൽ നിന്ന് പാർട്ടി പിന്നോട്ട് പോകുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന രേഖ. കൊല്ലത്ത് നിന്ന് ക്യാമറമാൻ ബിജു മടവൂരിനൊപ്പം സേഫ് സൈനുലാബ്ദീൻ, മീഡിയ 1.